ഇന്ന് ഫുള്ള് പറയണത് ഒരു 4 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് മീഷോന്നാണ് റിസീവ് ആയിട്ടുള്ളത്. അപ്പോൾ മീഷോന്ന് വെറുതെ റിസീവ് ആയതല്ല, ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യല്ലോ. എന്നാൽ അപ്പോൾ നമുക്ക് ഇതിൽ ഏതുണ്ടെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യുക, ലിങ്ക് എന്ന് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ കത്തിയൊക്കെ എടുത്ത് ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന വ്യക്തി ഞാനല്ല. ഞാൻ വെറും എൻ്റെ റോള് വീഡിയോ എടുക്കുക, പൊട്ടിക്കണ റോള് അതർ പേഴ്സൻ്റെ ആണ് കേട്ടോ. ഞാനെൻ്റെ മോളാണ്. പിന്നെ ഇതിൽ കുറച്ച് ഐറ്റംസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പൊളിച്ച് നിങ്ങളെ റിവ്യൂ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, എൻ്റെ വീഡിയോകളൊക്കെ പോയി കാണി. ഫസ്റ്റ് ടൈം കാണൂലാണെന്നുണ്ടെങ്കിൽ അല്ലാത്തവരൊക്കെ എൻ്റെ വീഡിയോസ് പോയി കാണി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുമ്പിലോട്ട് ഇട്ട് തരുമ്പോൾ നിങ്ങളത് കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട് ഒരു കുട്ടി പോലും കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വ്യൂസും ഇല്ല. അപ്പോൾ ഭയങ്കര വിഷമം വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബാക്ക് ഉണ്ട് ഓപ്പൺ ചെയ്തെടുത്തത്. ഓപ്പൺ ചെയ്ത വ്യക്തി അതിവിദഗ്ധ ആയതുകൊണ്ട് എന്താ ചെയ്യുക, ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെയാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇത് ഹെൽത്തി മിക്സിൻ്റെ ഐറ്റംസാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. നട്ട്സുണ്ട്. 200 ഗ്രാമേ ഉള്ളൂ. 200 ഗ്രാം ആണെങ്കിൽ പോലും ഇതിൽ ഞാനിത് വെറുതെ കഴിക്കാൻ വേണ്ടി വാങ്ങിയതല്ല. ഇത് ഞാൻ ഓട്സിൻ്റെ സ്മൂത്തി കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇതിലുള്ളത് പകുതി ഉള്ളത് ഇതിപ്പോൾ ഒരു ഉച്ച സമയത്താണ് കൈ കെട്ടിയതെന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം ആയപ്പോൾ തന്നെ കുപ്പീൻ്റെ കാൽ ഭാഗവും തീർന്നു. കാൽഭാഗം എന്നല്ല, മുക്കാൽ ഭാഗവും തീർന്നു. പിന്നെ അതിൽ കുറച്ചേ ഉള്ളായിരുന്നു. അതായത് റൈസിൻസ് മാത്രമേ ഉള്ളായിരുന്നു, മുന്തിരി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയുള്ളതൊക്കെ തിന്ന് കഴിഞ്ഞ് ഗൈസ്. അതാണല്ലോ നമ്മൾ മുമ്പിൽ നട്ട്സ് ഇതൊക്കെ തിന്നിക്കൊണ്ടെന്ന് വെച്ചാലുള്ള പ്രശ്നം. ഞാൻ ഷുഗർ പിന്നെ ഒരാഴ്ചത്തോളമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പോരാത്തതിന് ഇന്ന് ഞാൻ നന്നായിട്ട് മധുരം കഴിച്ചിട്ടുണ്ട്. ഷുഗർ ഒഴിവാക്കി, പക്ഷെ എന്നാലും പോലും ഇന്ന് ഷുഗർ ഞാൻ അത്യാവശ്യം കഴിച്ചും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എന്തായിരുന്നു? ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഹെൽത്തി മിക്സ് ആയിട്ട് തന്നെ വേറൊരു ഐറ്റം ഓർഡർ ആക്കിയതായിരുന്നു മീഷോന്ന്. പക്ഷേ വന്നത് എന്താ പറയുക, നിങ്ങൾ കാണണം, നിങ്ങൾ നെട്ടിപ്പിക്കണ വീഡിയോ ആണിത്. റിയലായിട്ട് സാധനം പ്രൊഡക്റ്റ് കിട്ടിയ പാടിന് ലൈവായിട്ട് നിങ്ങളെ മുമ്പിലോട്ട് വിട്ടെന്ന് കാണിച്ചു തരാണ്. ഇത് നിങ്ങൾ കാണണം ഗൈസ്. എന്നെ പറ്റിച്ചു, എന്നെ ചീറ്റ് ചെയ്തു മീഷോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ഓർഡർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടൂലേ. ഇത് ഞാൻ ഈ പെട്ടി അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചിട്ട് എന്താ പ്രൊഡക്റ്റിന് ഇപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ ഇത്ര എമൗണ്ടൊക്കെ കൊടുത്തിട്ട് പോലെ നമ്മൾ ചീറ്റ് ചെയ്യാന്ന് നമ്മൾ എന്താ ചെയ്യും, നിങ്ങൾ പറയും. അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കത്തും. ഇതാ എന്തായാലും ഞാൻ ഇതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം പൊട്ടിക്കണ വ്യക്തി എടുത്തിട്ടുണ്ട്, ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം ആ പ്രൊഡക്റ്റ് എന്താണ്. നിങ്ങൾ വരെ അമ്പരക്കൂട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമായി ഇവർ ചീറ്റ് ചെയ്തപ്പോൾ. കാരണം എനിക്ക് ഇത്രത്തോളം വിഷമം വരാൻ കാരണം എന്താ പറയുക, ഞാൻ ആരെയും ഇങ്ങനെ പൈസ കൊടുത്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചീറ്റ് ചെയ്യലില്ല. അപ്പോൾ എനിക്കിങ്ങനെ ചീറ്റിങ് ഒരു അനുഭവം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇത് കണ്ടാണ് ഞാൻ ആ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എനിക്ക് അവരയച്ചത് ചിയാ സീഡിൻ്റെ കുപ്പിയാണ്. പിന്നെ എങ്ങനെ എനിക്ക് വിഷമമില്ലാതെപ്പോൾ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇതാ. അടുത്ത പ്രൊഡക്റ്റ് ഇനി ഒരു 3 പ്രൊഡക്റ്റും കൂടിയുള്ള പൊട്ടിക്കാൻ. ആ പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരട്ടാ. അപ്പോൾ ഫസ്റ്റ് വൺ ഇന്നിപ്പോൾ ഒരു 5 സാധനങ്ങളെ റിവ്യൂ ആണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഞാൻ കാണിച്ചിട്ട്, അപ്പോൾ ഇതാണ്. ഇത് നമ്മളെ പാത്തുവിൻ്റെ സാധനമാണ്. അപ്പോൾ പാത്തു കുറേ ദിവസമായി മെച്ചി എനിക്കിതൊന്ന് ഓർഡർ ആക്കിത്താ.
പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളതൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്നൊരു സാധനങ്ങളും വാങ്ങാറില്ല കേട്ടോ. എൻ്റെത് മൊത്തം ഓൺലൈനായിട്ടാണ്. എനിക്ക് പുറത്ത് പോകാനുള്ള മടിയുണ്ട്. ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ വലിച്ചിടിച്ചിട്ട് എടുക്കണ്ടേ. എനിക്ക് എൻ്റെ ഒരു എന്താ പറയലേ മെയിനായിട്ട് ഡ്രസ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് ഇഷ്ടമായത് അപ്പം എടുക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് അല്ലാതെ എനിക്ക് ഡ്രസ്സിനോട് അവിടെ പോയി എടുക്കണം, ഇവിടെ പോയി എടുക്കണം, അതുപോലെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എടുത്ത് തരുമ്പോൾ കണ്ടിഷ്ടമാവുക അങ്ങനെയല്ല കേട്ടോ എൻ്റെത്. എനിക്ക് ഒരു പെട്ടെന്ന് ഇപ്പം അതേപോലെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇൻ്റെത് പറഞ്ഞാൽ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എവിടെന്നെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയി ഡിസ്പ്ലേ ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല ഷോപ്പിൽ, അതിലൊക്കെ ഏതെങ്കിലും ഇഷ്ടമായാലും അപ്പം എനിക്കത് പോയി എടുക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയതിപ്പോൾ ദൂരത്താണെങ്കിലും ഞാൻ അവിടേക്ക് വരെ ബസ് പോയിട്ടാണെങ്കിലും ഞാൻ അതെടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ ഇത് മോക്ക് മീഡിയാണ് ഓർഡർ ചെയ്തത്. ഇത് അലാസ്റ്റിക് ടൈപ്പുള്ള മീഡിയാണ്, ഷോർട്ട് സ്കേർട്ടാട്ടോ. ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഒരു കുപ്പായങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, മിഞ്ഞാത്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു കുപ്പായം ഞാൻ ഇതിലോട്ട് വാങ്ങിയതായിരുന്നു ആ കുപ്പായം. പക്ഷെ അത് ഞാൻ റിട്ടേൺ കൊടുത്ത്, അത് വൈറ്റ് ആയതുകൊണ്ട് അതേ സെയിം വൈറ്റിന് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയട്ടാ ആ വൈറ്റ് കുപ്പായമാണോ ഈ വൈറ്റ് കുപ്പായമാണോ രസം, നിങ്ങൾ പറയട്ടാ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചിട്ടെ. ഇത് ഞാനൊരു നല്ല രസമില്ലേ ക്ലോത്ത് മാച്ച് ചെയ്തിട്ടുള്ള കുർത്ത മാച്ചിൻ്റെ ടോപ്പും കുർത്തേൻ്റെ ബോട്ടൻ്റെയും എന്താ പറയലേ ഫാബ്രിക് വാങ്ങിയതാണ് മീഷോന്ന്. കണ്ടിഷ്ടമായപ്പോൾ ആകെ 200 സംതിങ്ങേ വരുന്നുള്ളൂ. നിങ്ങൾ കണ്ടാണ് ടോപ്പിൻ്റെ കളറൊക്കെ കണ്ടാണെങ്കിൽ നല്ല അടിപൊളി ശീലല്ലേ. പിന്നെ അത് കോട്ടനും ഇല്ല കേട്ടോ, ഇത് മറ്റേ റയോൺ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത്, ക്രേപ്പിൽ ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ എത്ര ഇട്ടാലും ഒരു എന്താ പറയല് ഒരു ഇതും ഈ ഒരു ടോപ്പിന് ആകൂല, ഈ ടോപ്പിനല്ല ഈ ശീലക്ക് വരൂല, നമുക്ക് എത്ര കാലം ഇടാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്താണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ അത്രത്തോളം ആ ക്ലോത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലോത്ത്, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടോപ്പ് നല്ല ഇറക്കത്തിലും നല്ല വിസ്തീർണത്തിലൊക്കെ അടയ്ക്കാൻ പാകത്തിലുണ്ട് ഇതിൻ്റെ ഫാബ്രിക് ഇട്ട ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ. അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ മോഡൽ തപ്പി നടക്കണം. ഞാനിതെന്തായാലും ഇത് അടിച്ച് കൊണ്ടുവന്നിട്ട് ഞാനിത് ഏത് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ, അതുപോലെ തന്നെ ഒരു ലവ് ഷേപ്പിൻ്റെ മോക്കൊരു എന്താണ് ക്ലോത്ത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത് രണ്ടും കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് പാറ്റേണിലാണ് ഫ്രോക്ക് അടിച്ചത്, ഏത് പാറ്റേണിലാണ് ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇഷ്ടമായി, കാരണം നല്ല അടിപൊളി ക്ലോത്ത്, നല്ല മാച്ചില്ലേ ഈ രണ്ട് ക്ലോത്തും. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് കണ്ടാലോ. അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് ഈ ഒരു സാധനം. ഇത് പിന്നെ എനിക്ക് തോന്നുന്നുള്ള പ്രൊഡക്റ്റാണ് തോന്നുന്നുണ്ട് കേട്ടോ. മിക്കവാറും അത് തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ നമുക്കത് പൊട്ടിക്കല്ലേ. നമുക്ക് ജലദോഷം പിടിച്ചിരുന്നു, അതുകൊണ്ടാണ് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടോ ഗൈസ്. നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ജലദോഷം പിടിച്ച കാരണം കൊണ്ട്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതാട്ടാ. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിക്കില്ലേ. എന്താ ഇത് ഞാനിതൊന്നും നല്ല, ഇതിപ്പോൾ ഞാനുണ്ട് പൊട്ടിക്കണത്, മറ്റേത് മോള് സ്കൂളിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് പൊട്ടിച്ചിട്ടാണ്. ഇത് നമ്മൾ നട്സിൻ്റെ അതേ കമ്പനിയിൽ നിന്ന് തന്നെ ഉണ്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. ലിവിയാറിൻ്റെ കമ്പനിയാണ്, ലിവിയോറിൻ്റെ കമ്പനി. ബെറി മിക്സ് ആട്ടോ ഇതിൽ മൊത്തത്തിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബെറി മിക്സ് ആണ് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട് ബെറി മിക്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബെറികൾ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ടിൽ. അപ്പോൾ ബെറികൾക്കൊക്കെ നല്ല റേറ്റ് അല്ലേ നമുക്ക്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ബെറികളൊന്നും ഇവിടെ നമുക്ക് കിട്ടാനുമില്ല. പിന്നെ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഹൈലൈറ്റ് അവിടെയൊക്കെ പോയിട്ട് വാങ്ങണം, അതൊന്നും നടക്കൂലല്ലോ. അതന്നെ 200 സംതിങ് ഒക്കെ കൊടുക്കണം ഒരു ചെറിയൊരു ബോക്സിൽ. അപ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ഇത് ഈ ഒരു കുപ്പിക്ക് ചെറിയ പൈസ ആയിട്ടുള്ളൂ, 100 ചില്ലാനൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടാണ്. ഇതും ഞാൻ ഓട്സിൻ്റെ സ്മൂത്തിക്ക് ഞാൻ രാവിലെ ഉച്ചക്ക് ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടപ്പോൾ കഴിക്കാറ്. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുണ്ട് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഇട്ടുകൊണ്ട് അത് അരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ഓട്സിൻ്റെ സ്മൂത്തി കുടിക്കാൻ. അപ്പോൾ ഷുഗറും ഞാൻ ഒഴിവാക്കിയതല്ല, അപ്പോൾ ഇതിൻ്റെ ഷുഗർ അതിലോട്ട് ആഡ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ലെയറും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വാങ്ങിച്ചത് ലിവിയോറിൻ്റെ ഡ്രൈ ഫ്രൂട്ട് മിക്സ്.
അപ്പോൾ നല്ല രസമല്ലേ കാണാൻ തന്നെ. ഈ കളറ് ചുവപ്പ്, ബ്ലാക്ക്, ഇതില്ലേ ഈ ഫസ്റ്റ് കാണുന്നത് സ്ട്രോബെറി കേട്ടോ. സ്ട്രോബെറീൻ്റെ ഡ്രൈ ഫ്രൂട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് വെറുതെ തിന്നാനുള്ള ക്വാണ്ടിറ്റി ഇല്ല ഗൈസ്, കുറച്ചേ ഉള്ളൂ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റേ ബെറി സ്മൂത്തി അടിക്കുമ്പോൾ, ഓട്സ് സ്മൂത്തി അടിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം, വീഡിയോ കാണുന്നവരൊക്കെ വർത്താനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ അത് ലെങ്തി ആയിപ്പോയില്ലേ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടാണ് ഈ കളർ കോമ്പ് നിങ്ങൾ നോക്കി, വേറൊരു വെറൈറ്റി ചുവപ്പ്, പിന്നെ മെറൂൺ ഉണ്ട് കളറ്, റെഡ് ഉണ്ട് കളറ്, ബ്ലാക്കും ഉണ്ട് കളറ്. നല്ല രസമല്ലേ? ഞാൻ ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു സാധനം. ഇത് ബ്ലറായി കാണുന്നുണ്ടല്ലേ. ഞാൻ കുറേ നോക്കി അതിൽ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടൊന്നും ക്ലിയർ ആവണില്ല. അപ്പോൾ ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഇത്ര ഐറ്റംസാണ് ഇന്ന് വാങ്ങിച്ചത്. പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ കുപ്പിയിലോട്ട് തന്നെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത്ര ഐറ്റംസുകൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളൂ. എന്താണ് ഇത് എത്ര ഗ്രാമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഗ്രാമിൻ്റെ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. 100 സംതിങ് രൂപയുള്ളൂ. ഇത് 500-ൻ്റെ ഉണ്ട്, പിന്നെ 1000-ൻ്റെ 250-ൻ്റെ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് 250 തോന്നുന്നു കേട്ടോ ഗ്രാം. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇനി നിലത്ത് വീണതൊക്കെ ഞാൻ ആ കുപ്പിയിലോട്ട് പെറുക്കിയിടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊള്ളണ വിലയാണ് ഗൈസ്. തുള്ളി കിട്ടുകയും ചെയ്യും. നമ്മളാണെങ്കിൽ പൈസ നീ നന്നായിട്ട് കൊടുക്കും വേണം. അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുട്ടോ ഇപ്പോൾ. നിങ്ങളവിടെയൊക്കെ നല്ല മഴ പെയ്താ? അപ്പോൾ പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പായം കാണിക്കട്ടെ. കുപ്പായം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ അന്ന് ഒരു വൈറ്റ് കുപ്പായം ഉണ്ടായിട്ട് അത് മാറ്റിയിട്ട് അതിൻ്റെ പകരം പിന്നെ 2 മിടികൾക്കും വേണ്ടിയിട്ട് എടുത്ത കുപ്പായാണ് മീഷോന്ന് ഇട്ടത് മോക്ക്. അപ്പോൾ ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ. നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടിട്ടും എൻ്റെ വർത്താനം കേട്ടിട്ടൊക്കെ. പിന്നെ ലെങ്ത്തും ആയല്ലോ, വീഡിയോ കുറച്ച് ലെങ്ത്തും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇടങ്ങാറായിട്ടുണ്ടാവും, നിർത്തി പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഞാൻ നിർത്തി പോകാനല്ല, ജസ്റ്റ് എൻ്റെ വീഡിയോസുകളെ റിവ്യൂസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോസ് അല്ല, എൻ്റെ ഓരോ ഐറ്റംസിൻ്റെ റിവ്യൂസ് കാണിച്ചു തരാനും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയല് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കുപ്പായം. എന്താണ് നല്ല രസമല്ലേ ഇതിന് കുപ്പായം കാണാൻ. അപ്പോൾ ആദ്യത്തെ കുപ്പായായിരുന്നോ അതോ ഈ കുപ്പായായിരുന്നോ ഇഷ്ടം നിങ്ങൾ പറയട്ടോ. എനിക്ക് ഇതാണ്ടോ ഇഷ്ടമായത്. അപ്പോൾ നമ്മളാ മറ്റേ ആദ്യം എടുത്ത മീഡിയ ഉണ്ടല്ലോ അതിലോട്ട് ഈ കുപ്പായം നല്ല സ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മളാ ക്ലോത്ത് ഞാൻ നിർത്തി കാണിച്ചിട്ടുണ്ടോ ഒന്നും കൂടെ. ഇതാണ് ആ ക്ലോത്ത്. ഇതൊന്ന് ടോപ്പ് അടിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം ഇനിയിപ്പോൾ ഏത് ടൈപ്പ് മോഡലാണ് പറ്റുക എന്നിങ്ങനെ ആലോചിക്കണം. ഇതാണ് ടോപ്പിലെ വർക്കൊക്കെ നിങ്ങൾ നോക്കി. ഇപ്പം അതാണ് ഇതിൻ്റെ ബോട്ടൻ്റെ ക്ലോത്താണിത്. ബോട്ടം പലാസ ആക്കിയാലോ എന്ന് വിചാരിച്ച് നിൽക്കുക.